ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ 6-5 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ഷാൽവിൻ്റെയൊക്കെ കോളേജിൻ്റെ അടുത്ത് വരെ വന്നിട്ട് ഞാനങ്ങനെ കുഷ്ക വാങ്ങിയിട്ടുണ്ട്, ഒരു കബാബ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും, റൂമിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഈ സ്ഥലം വിടും. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് പിന്നെ കാണാം. ഓക്കെ, അങ്ങനെ കബാബ് വന്നിട്ടുണ്ട് കേട്ടോ. കബാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചിക്കൻ ഫ്രൈ ആ ഒരു മുടു മസാല വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇത് നേരെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് കറിക്കാം. ഓക്കെ, നമ്മളങ്ങനെ നടന്ന് ഷാൽവിൻ്റെയൊക്കെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അവൻ പഠിക്കണം, ചെന്നൈ സമൃദ്ധി. എൻ്റെ അകത്താണ് അവൻ്റെ ക്ലാസ്. ഞാനിപ്പോൾ കയറിയിരിപ്പുണ്ട്. പിന്നെ റസൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അവനും കയറിയിരിപ്പുണ്ട് കേട്ടോ. ചെന്നൈ സമൃദ്ധി വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. അത് മലയാളിയൊക്കെ ഉണ്ടല്ലോ. ഓണം സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ. നമ്മൾ കുഷ്കടിച്ച ആ ഒരു ഭാഗത്തു നിന്നാണ്. ഇപ്പം ഇങ്ങോട്ടാ പോകണം, ചുമ്മാ നടന്നിട്ട് വരാം. ഇത് അങ്ങനെ റസലിനെ കിട്ടിയിട്ടുണ്ട്. എക്സാമിന് വന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഇറങ്ങി പോന്നു. കുഷ്കടിക്കുന്നത് ഇങ്ങനെയുണ്ട് ഇവരൊക്കെ വയറ് നടക്കുന്നല്ലേ. ഫുഡ് കുറച്ച് ചീപ്പാണ്ടോ, ബാക്കിയുള്ളതൊക്കെ എക്സ്പെൻസീവ് ആണ്. നല്ല രീതിക്ക് എങ്ങനെയെങ്കിലൊക്കെ തിന്നാനുള്ള ചാൻസ് ഇവിടെ എല്ലാം ഉണ്ട്. കഴിക്കാൻ പറ്റും, പിന്നെ ബാക്കിയുള്ള കാര്യത്തിന് ജീവിക്കാൻ കുറച്ച് പാടും. അപ്പോൾ ബ്രോ അമ്മ അതേ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒരു വഴി കൂടെ നടക്കണേ. ഞാൻ വഴി കാണിച്ചു തരാം. ഇതാണ് വഴി. അപ്പുറത്ത് വലിയൊരു തോടാണ്. ആ തോട് പണ്ട് വലിയൊരു നദിയായിരുന്നു. തോട് വലിയൊരു നദിയായിരുന്നു പണ്ട്. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു റിവറായിരുന്നു. അപ്പോൾ ആദ്യം മെഡിക്കൽ വേസ്റ്റ് എന്തോ ദേവിയുടെ പേര് വെച്ചിട്ടൊരു പേരാണ്. ഡി വെച്ചിട്ടാണ് തുടങ്ങുക. ഞാൻ അത് ബ്രോക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ. എന്നിട്ട് ഇപ്പം അത് മെഡിക്കൽ വേസ്റ്റും സാധാ വേസ്റ്റും എല്ലാ വേസ്റ്റും നിറഞ്ഞ് വലിയൊരു വേസ്റ്റ് റിവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താല്ലേ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല ബാംഗ്ലൂർ, അത് ഞാൻ പറയും. കണ്ടില്ലേ ഇത്ര നല്ല സാധനമൊക്കെ നട്ടു വെച്ചിട്ട് ഒന്ന് ഫെൻസ് വെക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാലും ജീവിക്കാൻ ചീപ്പാണ്. ഞാൻ എല്ലാവരും ഇങ്ങോട്ട് തന്നെ. പിന്നെ അതുകൊണ്ടാണ് ഇപ്പം നീ ഈ കോഴ്സ് ചെന്നൈയിലേക്ക് ചെയ്യണമെങ്കിൽ ഇരട്ടി ചിലവാകുമോ? ചെന്നൈയിൽ ചെയ്യണമെങ്കിൽ ഇരട്ടി ബുദ്ധിമുട്ടാണ്. ചിലവൊട്ടും ഉണ്ടാവില്ല. ഒട്ടും ഉണ്ടാവില്ല. ഞങ്ങളുടെ കോളേജിൻ്റെ തന്നെ ചെങ്കൽപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അതൊരുമാതിരി മരുഭൂമിയായിട്ട് സ്ഥലം. 2 കിലോമീറ്റർ കഴിഞ്ഞാലാണ് PG ഒക്കെ തുടങ്ങണം. ആ PGൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ വേറെ ഉണ്ട് എന്നാണ് പറയണത്. കൂട്ടുകാരൻ ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ് ഇങ്ങോട്ട്. പാവം പറഞ്ഞ വെള്ളമൊക്കെ എടുക്കണ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡീലറാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ്. ശരി, നമ്മളെ വിളിക്കുക, കോൺടാക്ട് ചെയ്താൽ മതി. 6362137049. അപ്പോൾ എന്തെങ്കിലും ബാംഗ്ലൂരിൽ സ്റ്റുഡൻസ് വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, തരുന്ന. ഇതെന്താ അറിയാവോ? എന്താ ഇത് കണ്ടിട്ട് എന്തായിട്ടാണ്? അപ്പാർട്ട്മെന്റ് ആണോ? അപ്പാർട്ട്മെന്റ് ഒന്നല്ല, ഇത് ഡോഗ് കെയർ, പെറ്റ് കെയർ ആണ്. പെറ്റ് കെയർ ലക്ഷറി വലിയ പെറ്റ്സിനൊക്കെയാണോ? മീൻസ് പ്രീമിയം മെഡിക്കലായിട്ട് ട്രീറ്റും ചെയ്യും അതിനാ. പിന്നെ ഒരു ഡേ കെയർ സെറ്റപ്പ് ഇല്ലേ, പെറ്റ് കെയറും ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ ഓക്കെ. ഇവിടെ ഇങ്ങനെ അപ്പാർട്ട്മെന്റ് പരിപാടി ഉണ്ട്, PG സെറ്റപ്പ് ചെയ്യണം. അതാണ് ഇവിടെ കൂടുതൽ. അത് വെച്ച് നല്ല വരുമാനം ഉണ്ടാക്കുക. ഇത് ഗ്ലോബൽ വില്ലേജ് ബാഗേജിന്റെ റൈറ്റ് സൈഡ്. നമ്മൾ ചെയ്യുന്ന സ്ഥലം ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജിലാണ്. ഓക്കെ ഓക്കെ. നമ്മ എക്സാക്ട് മൈലസാന്ദ്രയിലാണ്. മൈലസാന്ദ്ര, ഗ്ലോബൽ വില്ലേജ്, ബീച്ചസ് ഇതെല്ലാം അടുത്തായിട്ട്. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഏരിയയാണ് കിങ്കേരി എന്ന് പറയുന്നത്. കിങ്കേരി അപ്പുറത്ത്. ശരിക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഒരു മര്യാദ സ്ഥലത്താണ്. ഇപ്പൊ നമ്മുടെ റൂമില്ലേ, നമ്മുടെ റൂമ് മൈലസാന്ദ്ര. ബാഗ് എടുക്കും. TTR-ലൊക്കെ ഉണ്ട്. ട്രെയിനിൽ പോകുമ്പോ തെറ്റിട്ടോ സ്കാം ചെയ്യും. ടിക്കറ്റ് ഞാൻ ചോദിക്കുന്നു.
എന്താ വേറെ അടുത്ത അപ്പാർട്ട്മെൻറ്റ് ഫുൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ കളികളാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പാക്ക് ചെയ്യണം കേട്ടോ. ഏകദേശം സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഇറങ്ങണം. നമ്മൾ താമസിച്ച ഈ ഒരു മുറിയിലാണ് കേട്ടോ. അങ്ങനെ പോണേ പാക്ക് ചെയ്ത് 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. 4:30 ആയിട്ടുണ്ട്. 4:30 കഴിഞ്ഞൊന്നും പെട്ടെന്ന് എത്തണം. യാത്ര തുടരട്ടെ. അപ്പോൾ ഓക്കെ ബൈ. പോയിട്ട് വരാം. ഓക്കെ ഓക്കേടാ. ഓക്കെ പൊളിക്ക്. ഓക്കേടാ. പാപ്പിയാട്ടോ നമ്മളാക്കാം റെയിൽവേ സ്റ്റേഷനിൽ. വണ്ടിക്ക് എന്ത് പറ്റിയടാ? ടയറിൻ്റെ കറക്റ്റ് 5 മണിക്ക് എത്തുമോ? മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിലോട്ടിയാണ്. നിങ്ങളെങ്ങോട്ട് പോകുന്നത്? അഭിയങ്ങളെ നമ്മളെ കറക്റ്റ് ടൈമിൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ട്രെയിൻ പോയി അവിടെ വന്നപ്പോൾ തന്നെ ഈ ട്രാക്കിൽ സെയിം പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്ന് രാവിലത്തെ നമുക്ക് പോകാനുള്ളതായിരിക്കും വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യണേ. ഒരു 5 മിനിറ്റിനുള്ളിൽ വരുമായിരിക്കും. അങ്ങനെ നമ്മൾ ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. അപ്പോൾ തന്നെ ബൈഡാ. താങ്ക് യു ആക്കി തന്നെ.